ഹായ് എല്ലാവർക്കും വടക്കൻ രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കേരള സ്പെഷ്യൽ ഓളനാണ് ട്രൈ ചെയ്യുന്നത്. നോക്കാം. ആദ്യം ഓലന് ആവശ്യമുള്ള പച്ചക്കറികൾ നോക്കാം. ഇവിടെ ഞാൻ ഒരു അരക്കഷ്ണം കുമ്പളം എടുത്തിട്ടുണ്ട്, 2 പച്ചക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പയറും എടുത്തിട്ടുണ്ട്. പച്ചക്കായയുടെ തൊലി നന്നായിട്ട് കളഞ്ഞു വെക്കണം. പിന്നെ തേങ്ങാപ്പാലാണ്. ഇത് 1-ാം പാലാണ്. ഇത്രയും 1-ാം പാൽ എടുത്തിട്ടുണ്ട്. ഇത് 3-ാം പാലാണ്. കുറച്ച് നന്നായിട്ട് ലൂസാക്കി അടിച്ചെടുത്ത 3-ാം പാൽ. ഈ കഷ്ണങ്ങളൊക്കെ നമ്മൾ ആദ്യം ഇതുപോലെ മുറിച്ച് വെക്കണം. പച്ചക്കായയുടെ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ അരിഞ്ഞു വെക്കണം. അതുപോലെ കുമ്പളം കുറച്ച് നീളത്തിൽ ചെറുതായിട്ട് ഒന്ന് സ്ലൈസ് ചെയ്ത് വെക്കാം. പയറും നീളത്തിൽ അരിഞ്ഞു വെക്കാം. ഞാൻ ഓലൻ ഉണ്ടാക്കാനുള്ള ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 3-ാം പാല് കുറച്ച് നന്നായിട്ട് വെള്ളമൊഴിച്ച് അടിച്ചെടുത്ത 3-ാം പാലിലേക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ ഉപ്പിടാം. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഈ സ്റ്റേജിൽ പയറിൻ്റെ കഷ്ണങ്ങളും കുമ്പളങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3-4 പച്ചമുളക് അരിഞ്ഞു ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്ക് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഫ്ലെയിം അധികമാക്കാൻ പാടില്ല, മൂടി വെച്ച് വേവിക്കാം. ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ സ്റ്റൗവിൻ്റെ തീ ഒന്ന് ചെറുതാക്കി വെച്ച് സിമ്മിലാക്കി വെച്ചിട്ട് ഒന്ന് ചെറിയ തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളക്കാൻ പാടില്ല, അപ്പോൾ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പം തീ ഓഫ് ചെയ്യാം. ഇനി 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ട സമയത്ത് മാത്രം ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പം നമ്മൾ ഓളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ്